ഹായ് ഓൾ. ഹായ്, നമസ്കാരം. ഓണാവധിക്ക് രണ്ട് സിനിമ കണ്ടു. അജയൻ്റെ രണ്ടാം മോഷണവും കിഷ്കിൻ്റെ കണ്ടു. ഇതിലേത് സിനിമ തിയേറ്ററിൽ പോയി കാണണമെന്ന് ചോദിച്ചാൽ രണ്ട് തിയേറ്ററിൽ പോയി കാണണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം രണ്ടും രണ്ട് രീതിയിൽ അടിപൊളി സിനിമകളാണ്. രണ്ടും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമകളാണ്. RRRും ബാഹുബലിയൊക്കെ കണ്ട നമ്മളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അത് കണ്ട് അമ്പരന്നിരിക്കുന്ന നമുക്കുള്ള ഉത്തരവാണ് ARM എന്ന് പറയുന്നത്. ഞാൻ വലിയൊരു റിവ്യൂറോ ക്രിട്ടിക്കോ ഒന്നുമല്ല, ഒരു സാധാരണ ആസ്വാദക എന്ന നിലയിൽ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ടോവിനോട് ആക്ടിങ്ങിൽ നിന്ന് തുടങ്ങാനേ എനിക്കറിയത്തുള്ളൂ. ഒരു രക്ഷയില്ലാത്ത അഭിനയം കേട്ടോ. കേളുവാകട്ടെ, അജയനാകട്ടെ, മണിയനാകട്ടെ, മൂന്ന് പേരും മൂന്ന് രീതിയിൽ വ്യത്യസ്തരാണ്. ഈവൻ ഡബ്ബിങ്ങിലെ സൗണ്ട് കൊണ്ട് പോലും, ആക്ടിങ്ങിൽ മാത്രമല്ല ഡബ്ബ് ചെയ്തിരിക്കുന്ന സൗണ്ട് കൊണ്ട് പോലും മൂന്ന് പേരും വ്യത്യസ്തരാണ്. അപ്പം ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമർ ചിത്രകഥ പോലെ, അല്ലെങ്കിൽ ഒരു ബാലരമയിൽ നമ്മൾ തുടർക്കഥകളൊക്കെ വായിക്കല്ലേ എന്ന് പറയുന്ന പോലത്തെ ഒരു സിനിമ, ഒരു ഫാൻറ്റസി വേൾഡിൽ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു സിനിമയാണ് അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമ. 3 ക്യാരക്ടേഴ്സ് അതിൽ ടോവിനോ ചെയ്തിരിക്കുന്നത്. അത് എന്താ പറയുന്നത്, നിങ്ങൾ 3Dയിൽ തന്നെ കാണണം. ഞാൻ 3Dയിലാണ് കണ്ടത്. എനിക്ക് കൽക്കിയെക്കാളിലും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ 3D ആണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് 3D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ അടുത്തോട്ട് വരണം. അതെനിക്ക് കിട്ടിയത് ഈ സിനിമയിൽ. അപ്പം ഞാൻ ഔസേപ്പച്ചനും മാത്തപ്പനും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ സിനിമ കാണാൻ പോയത്. അപ്പം ഔസ ഇങ്ങനെ അവന് ആ ഗ്ലാസ് വെച്ചേക്കുന്നതുകൊണ്ട് ഓരോന്ന് അടുത്തേക്ക് വരുമ്പോൾ അതിൽ പിടിക്കാൻ പോകുന്നതൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര കൗതുകം ഉണ്ടായിരുന്നു. നമ്മൾ മൈഡിയർ കുട്ടിച്ചാത്തനൊക്കെ കണ്ട പോലെ എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു അതിൻ്റെ 3D എഫക്ട്സ്. പിന്നെ ഒബ്വിയസ്ലി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു നല്ല സിനിമയെ നശിപ്പിക്കാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് പറ്റും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നേരെ തിരിച്ചു. അപ്പോൾ ഈ സിനിമയ്ക്ക് അതിൻ്റെ ആവശ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മളെ ഭയങ്കരമായിട്ടും അതിൻ്റെ 3D എഫക്റ്റും ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടെ ആ സിനിമയ്ക്ക് അകത്തേക്ക് നമ്മളെ കയറ്റുന്നുണ്ടായിരുന്നു. ഒരു കഥയ്ക്ക് അകത്തേക്ക് നമ്മളെ കയറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സിനിമയുടെ, ഞാനങ്ങനെ ട്രെയിലറോ ടീസറോ ഒന്നും കണ്ടിട്ടല്ല ഒരു സിനിമ കാണുന്നത്. പ്ലെയിനായിട്ട് പോയി തിയേറ്ററിൽ പോയി സിനിമ കാണത്തേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള എന്നെ സംബന്ധിച്ച് ഈ പടത്തിൻ്റെ കളറൊക്കെ കണ്ടപ്പോൾ ഈ സിനിമയിൽ കോമഡിക്ക് ഒരു സ്കോപ്പ് ഉണ്ടെന്ന് വിചാരിച്ചില്ല ഞാൻ. പക്ഷേ ബേസിൽ വന്നിട്ട് അതും അടിപൊളിയാക്കി. വെറുതെ ഒരു കുത്തിക്കയറ്റിയ കോമഡിയോ അങ്ങനെയൊന്നുമല്ല. ബേസിൽ ഭയങ്കര കറക്റ്റ് പേസിൽ അതിൽ കോമഡിയും വർക്കൗട്ടായി. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് എടുത്ത് പറയണമെന്ന് തോന്നിയത് ബിജുക്കുട്ടൻ്റെ ഒരു സ്ലാങ്ങോ ക്യാരക്ടറോ മീൻസ് ഒന്നും അല്ല ഈ സിനിമയിൽ. പക്ഷേ ബിജുക്കുട്ടന് കിട്ടിയ ക്യാരക്ടർ ഭയങ്കര മിതത്വത്തോടെ, അല്ലെങ്കിൽ ആ പാകതയോടെ ബിജുക്കുട്ടൻ അത് കൈകാര്യം ചെയ്തു എന്ന് എനിക്ക് തോന്നി. പിന്നെ ഓഫ് കോഴ്സ് ഇതിലെ നടിമാർ, മലയാള സിനിമയിലെ നടിമാർ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിവിടെ ഉണ്ടെന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഈ രണ്ട് സിനിമകളും. ഇതിൽ തന്നെ ഐശ്വര്യ ചെയ്തിരിക്കുന്നത്, ഐശ്വര്യയ്ക്ക് കുറച്ച് റോളേ ഉള്ളൂ പക്ഷെ നന്നായിട്ട് അഭിനയിച്ചിരുന്നത് കൃതി ഷെട്ടി. നല്ല മുഴുനീള റോള് തന്നെയുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കൃതി ഷെട്ടിയെ സ്ക്രീനിൽ കാണാനായിട്ട്. പിന്നെ ഓഫ് കോഴ്സ് സുരഭിയുടെയാണ് സിനിമ. സുരഭിയുടെയും മണിയൻ്റെയാണ്. ഒരു രക്ഷയില്ലാതെ സുരഭി മണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ രണ്ടിനെയും വെച്ചിട്ടൊരു സിനിമ ചെയ്യാനുള്ള അത്ര ഡെപ്തുള്ള ക്യാരക്ടറാണ് അവരുടെ രണ്ടുപേരുടെയും. ഒരു രക്ഷയില്ലായിരുന്നു സുരഭി. പിന്നെ രോഹിണി, അജയൻ്റെ അമ്മയായിട്ട് ചെയ്ത ക്യാരക്ടർ, അവസാനം ഒരു മാസ് പരിവേഷം തന്നെയാണ് രോഹിണിക്ക് ഈ റോളിൽ ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. അപ്പം നടിമാരൊന്നും എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്. എല്ലാവരും തിയേറ്ററിൽ 3Dയിൽ തന്നെ കാണുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ബാക്ക്ഗ്രൗണ്ട് സ്കോറും 3D കുട്ടികളൊക്കെ കൂട്ടിക്കൊണ്ട് പോവുക. ഒരു അമർ ചിത്രകഥ, ഒരു കഥയ്ക്കകത്തേക്ക് നമ്മൾ കയറി പോകുന്ന നല്ല വിഷ്വൽ ട്രീറ്റും മ്യൂസിക്കൽ ട്രീറ്റും ഒക്കെയുള്ള ഒരു നല്ല സിനിമ. അഭിനയം വയസ്സ് ഞാൻ ബേസിൻ്റെ ഒരു പോസ്റ്റ് കണ്ടു, എൻ്റെ ഡയറക്ടറും ടോവിനോ ഇട്ട എഫേർട്ട് അത് വെറുതെ ആയി പോയിട്ടില്ല. അതിൻ്റെ റിസൾട്ടാണ് ഈ സിനിമ. പിന്നെ കിഷ്കിൻ്റെ കാണ്ഡത്തെക്കുറിച്ച് റിവ്യൂ പറയാനാണെങ്കിൽ അതൊരു സ്പോയിലറായി പോകും. കാരണം സീൻ ബൈ സീൻ ഇത് പറയേണ്ട ആവശ്യമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആസിഫ് അലി ചെയ്തു വെച്ചിരിക്കുന്നത് ഓരോ സീനിലും ചെയ്തു വെച്ചിരിക്കുന്നത്, എനിക്കത് സ്പോയിലർ ആവാൻ താല്പര്യമില്ല. പക്ഷേ ആസിഫ് അലി സ്വന്തം മകനെ ആണോ മനസ്സിൽ കണ്ട് ചെയ്തേക്കുന്നതെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഫീലായി. ഞാൻ കരഞ്ഞു പോകുമായിരുന്നു ഓരോ സീനിലും. അതുപോലെ തന്നെ വീണ്ടും അപർണ ബാലമുരളി, എടുത്തു പറയേണ്ട അത്ര പവർഫുള്ളായിട്ടുള്ള ഒരു ക്യാരക്ടർ അപർണ ബാലമുരളി ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ വിജയരാഘവൻ, എന്താ പറയണ്ട, ഇങ്ങനെ അഭിനയത്തിൽ ഇങ്ങനെ മിനുക്കിയെടുക്കുക എന്ന് പറയത്തില്ല, ഇങ്ങനെ തഴക്കവും പഴക്കവും വന്ന് ഈ വീര്യം കൂടിയ വീഞ്ഞെന്ന് പറയുന്ന പോലെ വിജയരാഘവൻ്റെ ആക്ടിങ്, അത് അപ്രിഷ്യേറ്റ് ചെയ്ത് പറയണമെങ്കിൽ വീണ്ടും സ്പോയിലറായി പോവും. അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. എന്താ പറയുന്നത്, ഒരു ത്രില്ലർ ജോണറിലുള്ള പടമാണ് കിഷ്കിൻ്റെ കാണണം എന്ന് പറയുന്നത്. എന്നാൽ ദൃശ്യം പോലെയാണോ എന്ന് ചോദിച്ചാലല്ല. കാരണം ദൃശ്യത്തിന് കുറച്ചും കൂടി ഒരു മാസ് പരിവേഷമുണ്ട്. പക്ഷേ ഇത് ഒരു സട്ടിൽ ത്രില്ലർ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സട്ടിൽ ത്രില്ലറാണ്. നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് എൻഗേജിങ് ആക്കുന്ന, നമ്മൾ വൺസ് ആ സിനിമയ്ക്ക് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ടും എൻഗേജിങ് ആക്കുന്ന ഒരു ത്രില്ലർ മൂവി, ഒരു നല്ല ത്രില്ലർ മൂവി. അതാണ് കിഷ്കിൻ്റെ കാണണം.
ഫുള്ളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ സ്പോയിലറായി പോകും. കാരണം ഓരോ സീൻ ബൈ സീനായിട്ട് പറയേണ്ടതായിട്ടുള്ള അത്രയുണ്ട്. ഒരു പഫ് പേസ്ട്രി ഷീറ്റ് പോലെ അല്ലെങ്കിൽ കുറേ പേജസ് ഉള്ളൊരു ബുക്ക് വെച്ചിരിക്കുന്ന പോലെ ഒരുപാട് ലെയറിങ് ഉള്ളൊരു സ്ക്രിപ്റ്റായി സിനിമയാണ്. നമ്മൾ പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പം ഭയങ്കര കൺഫ്യൂഷൻസ്, നമ്മൾ കുറേ നേരം ഡിസ്കസ് ചെയ്തു പോകും. ഇതെന്താ ഈ സിനിമ, ആരുടെ ആസ്പെക്റ്റിലാണ് സിനിമ, ആസിഫ് അലിയാണോ വിജയരാഘവൻ്റെ ആസ്പെക്റ്റിലാണോ അതോ അപർണയുടെ ആസ്പെക്റ്റിലാണോ ഈ സിനിമ ചെയ്തേക്കുന്ന, കഥ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ഭയങ്കര ഡൗട്ടാകും. അത് തന്നെയാണ് ആ സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. 2 സിനിമയും തിയേറ്ററിൽ പോയി കാണാൻ. ഞാൻ ഈ 2 സിനിമകളെ കണ്ടുള്ളൂ, ബാക്കിയുള്ളതിനെക്കുറിച്ചുള്ള അഭിപ്രായവും എനിക്കറിയത്തില്ല. ഈ 2 സിനിമയും എനിക്ക് ഇഷ്ടപ്പെട്ടു. 2 സിനിമകളും നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണുക, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.